ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 1, വിശുദ്ധ ബ്രജിത്തായുടെ തിരുനാൾ. അൾസ്റ്ററിൽ 450 ജനിച്ച ബ്രജിത്ത ചെറുപ്പത്തിൽ തന്നെ അവൾ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയും തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന സമസ്തവും ദരിദ്രർക്കായി മാറ്റിവെക്കുകയും ചെയ്തു. അതിസുന്ദരിയായ ബ്രജിത്തായ്ക്കരികിൽ കാമുകന്മാർ സമീപിക്കുമ്പോൾ തൻ്റെ വ്രതത്തിന് ഭംഗം വരുത്താതിരിക്കാൻ വേണ്ടി തന്നെ വിരൂപയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരു കണ്ണിൽ നീരു വന്ന് മുഖം വിരൂപമായി. അത് കണ്ട് കാമുകന്മാർ എല്ലാവരും അവളെ വിട്ടുപോയി. 20ാമത്തെ വയസ്സിൽ തൻ്റെ സമർപ്പണത്തെക്കുറിച്ച് ബ്രജിത്ത വിശുദ്ധ പാട്രിക്കിൻ്റെ സഹോദരപുത്രനായ വിശുദ്ധ മെല്ലിനോട് സംസാരിച്ചു. ഇതറിഞ്ഞ വിശുദ്ധ പാട്രിക് പ്രാർത്ഥനകൾ ചൊല്ലി ബ്രജിത്തായ്ക്ക് ഒരു വെള്ള ഉടുപ്പും ശിരോവസ്ത്രവും നൽകി. തത്സമയം അവളുടെ കണ്ണ് സുഖപ്പെടുകയും സൗന്ദര്യം തിരികെ കിട്ടുകയും ചെയ്തു. താമസിയാതെ അയർലൻഡിലും ഹിൽദാദിലും മഠങ്ങൾ സ്ഥാപിച്ചു. ദരിദ്രരോടുള്ള അനുകമ്പ നിമിത്തം തിരുവസ്ത്രങ്ങൾ വിറ്റും അവൾ ദരിദ്രരെ സഹായിച്ചിരുന്നു. ബ്രജിത്തായുടെ 50 കൊല്ലത്തെ സമർപ്പിത ജീവിതം കൊണ്ട് അയർലൻഡ് മുഴുവൻ അവളുടെ സ്ഥാപനങ്ങളുടെ സമാധാനം ആസ്വദിച്ചു. ദീർഘമായ അധ്വാനത്താൽ ക്ഷീണിതയായ ബ്രജിത്ത 523 ഫെബ്രുവരി 1 സമർപ്പിത ജീവിതം അവസാനിപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. വിശുദ്ധിയിൽ ദൈവമാതാവിനെ പോലെ തിളങ്ങുന്ന വിശുദ്ധ ബ്രജിത്ത ഞങ്ങളെയും ദൈവാരൂപിയിൽ ഒരുക്കാൻ കർത്താവിനോട് അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.